CPM സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ച് നടത്തിയ പൊതുചർച്ചയിൽ മുഖ്യമന്ത്രിക്ക് കയ്യടി. സർക്കാരിന് നേരെ ഉയർന്ന വിമർശനങ്ങളെ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നു. മുഖ്യമന്ത്രി ഒഴികെയുള്ള മറ്റു മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. എല്ലാ സ്ഥാനങ്ങളും കണ്ണൂരുകാർക്ക് വീതം വെക്കുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും വിമർശനമുയർന്നു. എന്നാൽ സർക്കാരിനും സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ വിമർശനമുയരുന്നത് സ്വാഭാവികമാണെന്നാണ് MV ഗോവിന്ദന്റെ നിലപാട്. നയരേഖയുമായി ബന്ധപ്പെട്ട് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കുന്നതിന് കൂടുതൽ വിഭവ സമാഹരണ പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് കേരളത്തിന് മുന്നോട്ടേക്ക് പോകാനാവുക, ആ വഴി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും വിഭവ സമാഹരണം കൂട്ടണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശ്രമങ്ങളെല്ലാം ജനങ്ങൾക്കെതിരാണെന്ന ബോധ്യം സൃഷ്ടിക്കുകയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അത് കേരളത്തിനെതിരായ പ്രചാരവേലയാണ്. ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ വിഭവ സമാഹരണം നടത്താൻ കഴിയുമെന്ന രേഖയിൽ പറഞ്ഞ കാര്യങ്ങളോട് പൊതുവെ യോജിക്കുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ കേരളം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ചില മാധ്യമങ്ങൾ അതിൽ നിന്ന് വിഭിന്നമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി സമ്മേളന നഗരിയിൽ നിന്ന് ചേരുകയാണ്. സ്റ്റെഫിൻ, കുറെ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ സ്വയം വിമർശനങ്ങൾ, ആത്മവിമർശനങ്ങളാണ് സഖാക്കൾ പൊതുചർച്ചയിൽ ഉയർത്തിയിരിക്കുന്നത്? അക്ഷയ, പ്രധാനമായും ഇന്നത്തെ ചർച്ചയിലും അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനം, അതിൽ കൃത്യമായി CPMന്റെ ഒരു നയവ്യതിയാനം ആ വാക്കുകളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. കാരണം CPM എടുത്തിരിക്കുന്ന മുൻ നിലപാടുകളിൽ നിന്നും ഒരു മാറ്റം, അതിൽ പ്രധാനമായും ഈ സർക്കാർ നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഫീസ് ഈടാക്കുന്ന തരത്തിലേക്ക് മാറും. അതെല്ലാം ഒരു നവകേരള സൃഷ്ടിയുടെ പുതു വഴികളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിന് പണം കണ്ടെത്തുക, അല്ലെങ്കിൽ പണം വിഭവശേഷി കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയാണ്. ഒപ്പം ഇന്ന് സംഘടനാ റിപ്പോർട്ട് ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല വിമർശനങ്ങളും ഉയർന്നു വന്നു. അതിൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് രൂക്ഷമായ വിമർശനം ഉയർന്നത്. സമീപകാലത്തോ അല്ലെങ്കിൽ മുൻപൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു പാർട്ടി സെക്രട്ടറി ദുർബലനാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം പാർട്ടി സെക്രട്ടറിക്ക് നേരെ അങ്ങനെ രൂക്ഷമായ രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു വിമർശനമൊന്നും ഉയർന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് MV ഗോവിന്ദന് നേരിടേണ്ടി വന്നത് അതാണ്. കണ്ണൂർ ലോബിയാണ് ഈ പാർട്ടി നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ലോബിയുടെ ഒരു അതിപ്രസരം കമ്മിറ്റികൾ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ പാർട്ടി നോക്കിക്കഴിഞ്ഞാലും ഉണ്ട് എന്നുള്ളതാണ് പാർട്ടി അംഗങ്ങൾ, നേതാക്കൾ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഒരു കയ്യടി, മുഖ്യമന്ത്രിയുടെ ഭരണ തലത്തിലുള്ള പ്രവർത്തനം, അതോടൊപ്പം അതിനോട് യോജിച്ചു പോകുന്ന തരത്തിൽ മന്ത്രിമാർ എത്തുന്നില്ല, പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റു മന്ത്രിമാർ അതിനൊത്ത് ഉയരുന്നില്ല എന്നുള്ള വിമർശനവും ഉണ്ടാകുന്നുണ്ട്.